ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കറി ലീവ്സ് കാണാവേ. ഞാൻ ഇത് മുറിച്ച് വിട്ടതാണേ. നല്ല ഹൈറ്റിൽ വന്ന കറിവേപ്പായിരുന്നു. അത് ഞാൻ മുറിച്ച് വിട്ടതാ കണ്ട 2 ബ്രാഞ്ച് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് മുറിച്ച് വിട്ടതിന് ശേഷം ഞാൻ ലൈവ് ഇട്ടപ്പോൾ അതിൽ കാണിച്ചു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇനി ഇത് കിളിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഇത് വരും, നമ്മൾ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ശാഖകൾ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വിശ്വസിപ്പിക്കണ്ടായോ, അതിനൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇതാ കണ്ടോ, കട്ട് ചെയ്ത പാട് നിങ്ങൾക്ക് കാണാമല്ലോ. അതിൻ്റെ താഴെ നിന്നും മുകളിൽ നിന്നും ഒക്കെ കണ്ടോ ബ്രാഞ്ചസ് വന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്ത ഒരു കറിവേപ്പ് അതിൻ്റെ ഇത് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഞാൻ മുറിച്ച് വിട്ടതാണ് കേട്ടോ. മുറിച്ച് വിട്ട് കഴിഞ്ഞതാ കണ്ടോ, പുതിയ ബ്രാഞ്ച് വന്ന് നല്ല തളിരിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. ഞാനിതെല്ലാം പോട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വന്തം സ്ഥലമില്ലല്ലോ, വാടക വീടായതുകൊണ്ട് നമ്മളെല്ലാം ചട്ടിക്കകത്ത് കൃഷി ചെയ്തിട്ട്. ഞാൻ കടയിൽ നിന്നും വാങ്ങത്തില്ല ഈ കറിവേപ്പില. എനിക്കാണെങ്കിൽ കൂട്ടാൻ്റെ അകത്തൊക്കെ കറിവേപ്പില ഇടുകയും വേണം. എന്താണെന്നറിയാമോ, കടയിൽ നിന്ന് വരുന്നത് ഈ എൻഡോസൾഫാൻ അടിച്ച് വരുന്നതാണ്. ഭയങ്കര വിഷമാണ്. നമ്മളെന്തിനാ വെറുതെ രോഗം വരുത്തി വെച്ചിട്ട് ചികിത്സിക്കാനും പണം ചിലവാക്കാനും ഒക്കെ നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനെല്ലാം ഓർഗാനിക്കായിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ. ഞാൻ ഒന്നിനും കെമിക്കൽ ചെയ്യത്തില്ല. കെമിക്കലൊക്കെ ഇട്ടാൽ ഇതുപോലൊന്നുമല്ല, ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. ഇതിപ്പോൾ പതുക്കെ അല്ലേ വളർന്നു വരുന്നത്. പതുക്കെ മതി, നമുക്ക് ധൃതിയില്ല. ഇത് താഴെ നട്ടിട്ടുണ്ട്. ഇതെൻ്റെ ഒരു നീലത്തെറ്റിയാണേ. നീലത്തെറ്റിയാണ് ഇവിടെ വേലിയുടെ സൈഡിൽ വെച്ചിരുന്നതാണ്. കൊഴിഞ്ഞൊക്കെ താഴെ കിടക്കും, ഒരുപാടെല്ലാം കൊഴിഞ്ഞു പോവുക. ചൂട് കൂടുതലല്ലേ, ഭയങ്കര വെയിലാണ്. പിന്നെ ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഒരു സൈഡിൽ നിൽക്കുന്നതുകൊണ്ടേ. ഇതാണ്ടോ ഭ്രാന്തി പിടിച്ചങ്ങ് പൂത്തേക്കുക കണ്ടോ. നീലത്തെറ്റി അങ്ങ് ഭ്രാന്തി പിടിച്ച് ഇങ്ങനെ ഭ്രാന്തി പിടിച്ച് പൂക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം എന്താ ഇത് കേട്ടോ, അങ്ങനെ അപ്പുറത്തോട്ടൊക്കെ കിടക്കുക ശാഖകൾ. നമുക്ക് അങ്ങോട്ട് വേലിയുടെ അപ്പുറത്തോട്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. അതാ കണ്ടോ, ഒരുപാട് ഒത്തിരി പൂക്കളാണ്, ഒരുപാട് പൂക്കൾ പിടിച്ച് കിടക്കും. അതേ ഒരുപാടുണ്ട്, ഒത്തിരി ഉണ്ട്. അതാ കണ്ടോ, ഇതാ നല്ല ഭംഗിയായത് ബഞ്ചായിട്ട് നിൽക്കുന്ന കാണാൻ കേട്ടോ. നല്ല ഭംഗി, നല്ല ക്യൂട്ടാണിത് കണ്ടോ, നിൽക്കുന്നത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടങ്ങ് നിൽക്കുക. എനിക്കാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി പറയാനും തള്ളി മറിക്കാനും ഒന്നും അറിയത്തില്ല കേട്ടോ. ഓരോരുത്തർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും വീഡിയോയ്ക്ക് വ്യൂസ് കൂടാനും റീച്ച് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളില്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുകയും അവർ ഓരോ കാര്യങ്ങൾ കൃഷി ചെയ്യുന്ന മെത്തേഡൊക്കെ കാണിക്കുന്നത് കാണണം. അതൊക്കെ ചുമ്മാ കേട്ടോ, സക്സസ് ആകുന്നില്ല. അതൊക്കെ അവരൊരു വീഡിയോ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ്. പക്ഷേ അവർ പിന്നീട് അതൊന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നത്. എനിക്കങ്ങനെയൊന്നും പറയാനും പ്രതിഫലിപ്പിക്കാനും ഒന്നുള്ളൊരു കഴിവില്ല. കഴിവെന്നല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞ് എനിക്ക് തള്ളി മറിക്കാനൊന്നും വയ്യ. ഞാനങ്ങനെ തള്ളി മറിക്കുന്ന ആളല്ല. ഉള്ളതുള്ളതായിട്ട് പറയുകയും കാണിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വീഡിയോയ്ക്കൊന്നും വ്യൂസില്ല, റീച്ചില്ല, ആരുമില്ല കാണാൻ. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി നിൽക്കുന്ന കണ്ടോ. എനിക്ക് വയ്യ, ഒരുപാടുണ്ട് കേട്ടോ. ഒത്തിരി പൂക്കളങ്ങ് വഞ്ചായിട്ടങ്ങ് നിൽക്കുമോ. നല്ല ഭംഗിയാണ് കാണാൻ, എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. എല്ലാം കൊഴിഞ്ഞും പോവുക കേട്ടോ. കുറേ എല്ലാം ചൂട് സഹിക്കാൻ വേണ്ടി ഞാനിന്ന് കുറേ ദിവസം കൂടി നിന്നിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടൊരു എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുക. മറ്റേതങ്ങളെല്ലാം അങ്ങ് വാടിത്തളർന്ന് കിടക്കുമായിരുന്നു ചൂട് കൂടിയട്ടെ. ഇപ്പോൾ ഒരു മഴക്കാറുണ്ട്, ഇനിയിപ്പോൾ മഴ പെയ്ത് ഇതെല്ലാം കൊഴിച്ച് കളയുമല്ലോ. ഞാൻ ഗാർഡൻ ഇവിടുന്ന് മാറ്റിയായിരുന്നേ. നമ്മൾ ഫ്രണ്ടിലായിരുന്നു ഗാർഡൻ. ഇവിടുന്ന് ഞാൻ മൊത്തം വീടിൻ്റെ ബാക്കിലോട്ടാക്കി. ഇവിടെ വെയിലില്ല, ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ വെയിൽ. അതുകൊണ്ട് ഇത് നിറച്ച് പൂക്കളുമായി കണ്ടോ. ഇതെല്ലാം പേരയും മാവും ഒക്കെ ഇടുന്നുണ്ട്. ബാക്കി സാധനങ്ങൾ മൊത്തം വീടിൻ്റെ പുറയിലാക്കിയപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉഷാറായി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നവരും നല്ല പൂക്കളും കായ്കളൊക്കെ വന്നു തുടങ്ങി. വേണ്ട നമ്മുടെ നീലത്തെറ്റി എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പുറത്തോട്ട് വരാറേ ഇല്ല. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശമെല്ലാം അടച്ചിട്ട് പുറകിൽ തന്നെയാണ്. എൻ്റെ ചെടിമക്കൾ അവിടെ ഇല്ലയോ, എൻ്റെ കിളിമക്കളും അവിടെ. അവിടെ ഞാനിപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ, ഇങ്ങോട്ട് വരാറേ ഇല്ല. എപ്പോഴും അവരുടെ കൂടെയാണ് ഞാൻ. അപ്പം ഇഷ്ടമുള്ളവർ, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർ, പൂക്കൾ ഇഷ്ടമുള്ളവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ ഉപകാരമായിരിക്കും. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. നമുക്കിങ്ങനെ തള്ളി മറിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിൽക്കണേ കൂട്ടുകാരെ. ശരി, ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.